Nói. ഇവിടുന്ന് എടുക്കുക നമ്മളെ സ്ക്രിപ്റ്റുമലാണ് നമ്മളിപ്പോ വരുന്നത്. സോറി ഗൈസ്. सुन रहा ना तू कोई दुआ तू रूह की राह चले. हाँ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ദിവസം നല്ലൊരു ദിവസം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്കൊരു നല്ല ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമാണ്. ഇപ്പം അമല് കുറച്ച് ഹൈറ്റ് വെച്ച് വളർന്ന് വലുതായപ്പം ഫുള്ളിൻ്റെ ഡ്രസ്സ് അല്ലാത്ത വേറൊരു സാധനം ചെങ്ങായിടൂല. ഇന്റെ ഓവർകോട്ടാണത്, ഇന്റെ ഉള്ളത്തെ ഷർട്ടാണത്, ഇന്റെ പാൻറ്. ആ ഓക്കെ, ഇവിടെ ഇതും ഇന്റെ ഡ്രസ്, കുപ്പായ എന്റേതാണ് ഗൈസ്. കരി ചിക്കൻ പൊരിച്ചതിന്റെ കരി ഇങ്ങനെ എടുത്താണ് ചോറയുടെ എല്ലാവരും തിന്നു. അശ്മി മാത്രം. വല്യമ്മനോട് മുടി എത്ര വട്ടം വന്നാലും കേൾക്കൂല. വല്യമ്മ ഇങ്ങനെ എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും വല്യമ്മ പറയണം മുടി വെട്ടി ഇല്ല വല്യമ്മ. നിങ്ങളോട് തന്നെ നിങ്ങൾ അറിയണില്ലേ? അങ്ങോട്ട് നോക്കി ഹറാമിന്റെ മുടിയാണ്, അതായത് നോക്കി വളർത്തി വെച്ച് നോക്കി. പെണ്ണുങ്ങളെ കോലത്തില് പെണ്ണുങ്ങളെ ഈ മുടി ഇങ്ങനെ വളർത്തുന്ന വലിയ നല്ല കാര്യം വെച്ചിട്ടാ. ഇന്റെ മുടി നോക്കി നല്ല ഈമാനുള്ള കുട്ടികളെ മുടിമാര് ഹറാമിന്റെ മുടിയാണ് പൊട്ട ഇങ്ങനെ നടുവിൽ ഇങ്ങനെ ആക്കി. വലിയ പറഞ്ഞെടുക്കേ, നിങ്ങൾ പറഞ്ഞെടുക്കേ. ഹറാമാണ്, താറാവല്ല കുട്ടിയെ. ഐ എവിടെ പല്ലോടെ വരുന്നുണ്ട് ഇപ്പൊ എത്തും. ഒരാള് നെയ്ച്ചോറ് തിന്ന് ചത്ത കോയിക്കണ മാതിരി ആകെ ചിന്തി. ഇങ്ങളെ പേരക്കുട്ടികളെ ആൾക്കാർ കാണണം, നിങ്ങൾ ആലോചിച്ചോളേ. ഹറാമിന്റെ കോലത്തില് മക്കള് കാണണം, അതാ നല്ല രീതിക്ക് ഓര് പറയും. അങ്ങനല്ല ഓര് പറയും വല്യമാനോട്, ആ കുഞ്ഞിപ്പാത്തുമ്മൂന്റെ പേരക്കുട്ടികളെല്ലാം പോണത് ഈ കോലത്തില് എന്നൊക്കെ പറഞ്ഞാണ്ട് വല്യമ്മ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. വല്യമ്മത്തും മുണ്ടണി പറയും വല്യമ്മ നിങ്ങളെന്താ മുണ്ടാക്കണേ. വല്യമ്മ പറയും, നിങ്ങൾ ചിരിക്കല്ലേ, നിങ്ങൾ പറയും. നിങ്ങളിങ്ങനെ വിളിച്ചാട്ടിയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. വല്യമ്മക്ക് നാണം വരുന്നേ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. നമ്മളെ കൂടെ സുൽത്താനുണ്ട്. നമ്മളൊരു ഗെയിം കളിക്കാൻ പോകണം, അതായത് ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗൈസ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇഫ് യു കുഡ് ബി ഇൻവിസിബിൾ ഫോർ എ ഡേ വാട്ട്സ് ദ ഫസ്റ്റ് തിങ് യു വുഡ് ഡു. ഏത് സുൽത്താൻ വെച്ചപ്പോൾ സുൽത്താൻ പറയില്ല. സത്യം പറയില്ല, നമ്മള് കള്ളം പറയും. എന്ത് ചെയ്യും? ഞാനോ ആദ്യം പോയാലും ബാങ്ക് പോകും. എന്നിട്ട് അവിടുത്തെ ചായ മൊത്തത്തിലാണ് പെരുപടി. ഒരു രാത്രി ആകുമ്പോൾ പിന്നെ പോകും. ലോക്കറൊക്കെ തുറന്നിട്ട് പൈസ വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ്? പറയും. എൻ്റെ എന്താ, ഞാൻ കുറച്ച് കാലം മുന്നേ തന്നെ യൂട്യൂബ് തുടങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ്. ടിക്ടോക്ക് ഉള്ള ടൈമിൽ തന്നെ യൂട്യൂബ് തുടങ്ങിയെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടും. ഇന്ന് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം. ഇന്റെ ഉത്തരം ഇജും പറഞ്ഞ എൻ്റെ ഉത്തരം ഞാനും പറയാം. അങ്ങനെ ആക്കാം. എന്നിട്ട് ഇപ്പൊ ചെറിയൊരു റിഗ്രറ്റ്. Read the last text you sent to your best friend or significant other out loud. എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പോകുക. My dearest kiddo, as the clocks tick down to midnight, I find myself reflecting on the beautiful journey we have embarked. ഇത് ഓൻ്റെ ലവറിന് അയച്ചത്. റാൻഡം ആയിട്ട് ഒരു ഗേളിന്റെ ചാറ്റ് നമ്മൾ എടുക്കാൻ പോകും, നമ്മൾ വായിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ, എനിക്ക് തരുമോ ട്രീറ്റ്? എല്ലാവരോടും ട്രീറ്റ് വെച്ചിരുന്നു. ഒക്കാശി വന്ന പിന്നല്ല, എവിടെ മൈൻഡ് ഇല്ലല്ലോ. PH കിട്ടണ്ടേ, ഫോണ് കിട്ടണ്ടേ, അതാടോ. ഫുഡ് കഴിച്ചോ? ആ കഴിച്ചോ. എന്തിനാ ചാറ്റ് നോക്കാൻ പോകും. പിന്നെ നോക്കുന്നത് ഹേയ് ഏടേ ഹായ് വീട്ടില്. ഓ എന്താക്കുന്നു? മൈൻഡ് ആക്കിട്ട് ഫോൺ നോക്കുന്നു. എന്താക്കുന്നു? ഫോൺ നോക്കുന്നു. എനിക്കെന്താ എല്ലാവരും റിപ്ലൈ ആക്കും. അപ്പൊ ഈ അല്ലേ പറഞ്ഞ കോളേജിൽ പാങ് എന്നല്ല
ഓന് മംഗലാപുരം ഭാഷയൊക്കെ പഠിക്കണം. മംഗലാപുരത്തെ കുട്ടികളുടെ സ്ലാഗ് വരെ ചേഞ്ച് ആക്കണം. ഓ ഗൈസ്, ഇവന്റെ ചാനലിൽ ഇവൻ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഫേക്ക് ആട്ടോ ഗൈസ്. വിശ്വസിക്കേ ചെയ്യരുത്. ഫാൻ ഫാന് ഇവിടെ ക്യാമറ 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 ഷോ ഗൈസ് നെഞ്ചൊക്കെ വാങ്ങിയിട്ട് സുൽത്താൻ അങ്ങറിയോ? ഇതൊക്കെ നമ്മൾ പണ്ടായിട്ട് ചാടാ കാട്ടിക്കാതൊക്കെ നമുക്ക് ഈ പരിപാടി കാണാം. ആ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങറിയോ? ഇവൻ എന്നെ ഊക്കി ഊക്കി വിൽക്കണേ വ്ളോഗിൽ. നിങ്ങൾക്ക് ജലദോഷം, എനിക്കൊന്നും അധികം സംസാരിക്കാൻ വയ്യ. കളി നിർത്തി കാണാം. ചേച്ചി വെൽക്കം. ചേച്ചി രണ്ടാമത്തെ വ്ളോഗ്. താത്ത ചേച്ചി ഇതാണ് ബിസ്ക്കറ്റ് കണ്ടാ? ഓന്റെ മോനെ എനിക്ക് നല്ല ജലദോഷം, എനിക്ക് നല്ല പനിയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് പറഞ്ഞില്ലല്ലോ. ഇവിടെ ഒരു കുട്ടി ഓളെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓള്. അപ്പോൾ ഞങ്ങൾ ഓളെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തന്നു. അപ്പോൾ ഗൈസ്, ജെംസ് കോളേജിൽ ഏറ്റവും ബെസ്റ്റ് വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഒരു മിനിറ്റ്, ഇതാ ഈ ബെസ്റ്റ് വ്യൂ കാണിച്ചു കൊടുക്കട്ടെ. അല്ല ഗൈസ്, ഇതാണ് ഗൈസ് ജെംസ് കോളേജിൽ ഏറ്റവും ബെസ്റ്റ്. ഈ വ്യൂ കാണിച്ചാൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇവൻ്റെ വ്ളോഗുകൾ അക്സെപ്റ്റ് ചെയ്യരുത്. ഇവനെ പോലത്തെ ഒരു വളരാനേ സമ്മതിക്കരുത്. നമ്മളെ പോലത്തെ നല്ല വ്ളോഗേഴ്സിനൊക്കെ താഴ്ത്തി കെട്ടി എക്സ്പോസ് ചെയ്തിട്ട് ഓരോ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ. ഇത് നമ്മളെ സ്വകാര്യമാണ്. ഞാനും നിങ്ങളും തമ്മിൽ മാത്രമുള്ള സ്വകാര്യമാണ്. നിങ്ങളല്ല. ഞാൻ ഇങ്ങോട്ട് എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ഈ ഒരു ദിനം ഞാൻ എൻ്റെ സ്വന്തം ഒരു ഏറ്റവും സ്പെഷ്യൽ പേഴ്സണായിട്ട് കാണാൻ പോകും. അപ്പോൾ ഞാൻ എൻ്റെ സ്വകാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു വരും. ഒക്കെ ഞാൻ ചിലപ്പോൾ സുൽത്താനെ പറ്റി കുറ്റങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരും. പക്ഷെ നിങ്ങളത് ആരോട് പറയാൻ പാടില്ല കേട്ടോ. കാണുന്നവരൊക്കെ ഈ ബസ്സിൽ നമ്മൾ എത്ര സുൽത്താൻ എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അത് വ്ളോഗ് ചെയ്യാം. നമ്മളിതിന് എത്ര പൈസ? 4 ലക്ഷം. 4 ലക്ഷം. ജാതി തള്ളു. ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ ഇന്റെ സ്പെഷ്യൽ പേഴ്സണാണ്. ഞാൻ നിങ്ങളോട് അങ്ങനെ കള്ളം പറയില്ല. അതൊക്കെ വെറുതെ പറയാം ഗൈസ്, വെറുതെ പറയാം. നമ്മള് ഇവിടുത്തെ ടോപ്പ് പ്ലേയേഴ്സിന്റെ പന്ത് പോയിട്ട് പൊക്കാൻ പോവാ. ഇതൊന്ന് വീഡിയോ എടുത്താ അങ്ങോട്ട് വീഡിയോ നമ്മള് പന്ത് പൊക്കും. ഞാൻ കുറച്ച് സ്റ്റണ്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇതിലുണ്ടോ? വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ച മിസ്റ്റർ കയ്യോട്, ഞങ്ങളെ ക്ലാസ്സിലെ ഒരേ ഒരു ബോഡി ബിൽഡർ. ഗേൾസിന് മാത്രം കഴിയും, അല്ലാത്തവർക്കൊക്കെ നമസ്തേ. നമ്മളെ ക്ലാസ്സിൽ ഒരേ ഒരു ബോഡി ബിൽഡർ. ഇങ്ങനെ നടക്കുക. 2 ദിവസം ജിമ്മിൽ പോയപ്പോ പിന്നെ ഫുള്ള് നടത്തങ്ങനെ. നിയാസ് സാറിന് ലവ് ലെറ്റർ കിട്ടി. ചിരി നോക്കിയാ വായിച്ച What is going on, guys? We are back with our boys. ബാസിക്ക് ബാസിലെ സെറ്റ് അതിന്റെ സന്തോഷാണ്. What is this? What happened, man? No. Ready? Cinematic mode 1 2 3. ഇതൊക്കെ സിനിമാറ്റിക് മോഡാ. സ്ലോ മോഷൻ 1 2. ഈ ചെങ്ങായി 3. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ പഴയ ഏതൊരു പ്രേത കൊട്ടാരത്തിലോ വീട്ടിലെവിടെയാണെന്നുള്ളത്. ആക്ച്വലി നമ്മള് സുൽത്താന്റെ 200 വർഷം പഴക്കം. എത്ര വർഷം പഴക്കാന്ന് പറഞ്ഞേ? 200 300 400 എത്ര ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ 200 വർഷം പഴക്കെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എത്ര ആണ് നിങ്ങൾ കറക്റ്റ് വരും? എത്രയാണ്? 200 വർഷം പഴക്കമുള്ള സുൽത്താന്റെ തറവാടും കൊട്ടാരത്തിലാണ്. തറവാടിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ഞങ്ങൾക്ക് കാണിച്ചത്. തറവാട്
ലൈക്ക് ശരിക്കും ഒരു ഓൾഡ് വീട് മാതിരി ഒരു എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ തോന്നി, ഒരു പ്രേതൊക്കെ ഉള്ള മാതിരത്തെ ഒരു ഫീല്. എന്നാല് ഇതാണ് നമ്മളെ ലൊക്കേഷൻ സെറ്റ്. നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യാണ്ട് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ സെറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നോക്കിക്കോളി ഗൈസ്. നമുക്ക് ഏതായാലും ഷൂട്ട് നടക്കണം. ഞാൻ പിന്നെ എന്തെങ്കിലും മുതലാട്ടെ. ക്യാമറാമാൻ അഭിമന്യുവിനോടൊപ്പം. പിന്നെ ഇതാണ് ഇവിടുത്തെ ജനാലുകൾ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ലോക്ക് ടക്ക് 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 എന്നിട്ട് ഇങ്ങനെ തുറക്കണം. പിന്നെ ഇവിടുത്തെ പഴയ വീടിൻ്റെ ഇതൊക്കെ ഇവിടെ പണ്ട് എൻ്റെ വല്യപ്പ ഇതിലൊക്കെ ഇനി മറ്റേ കൂറനെ പിടിച്ചാണ്ട് എടുത്തേക്കണതും അങ്ങനെ. ഇത് പിന്നെ ഖുറാൻ പെട്ടി, ഖുറാനുകള്, ഇതാണ് ക്ലോക്ക്. ഓക്കെ ഇതിന്റെ റോളിനുള്ള നേരായി. കൈ എത്താത്രയുള്ളൂ. ഓടി പെര സീന് വരട്ടോ. ഈ പെരയിൽ ആരുമില്ല. കുറെ കാലമായിട്ട് പ്രേതങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രേതങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പേരാണ്. അതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ വീടാണ്. ടിപ്പു സുൽത്താൻ എൻ്റെ ഭാവി. ഇതാണ് ഇവിടുത്തെ മേൽക്കുള്ള കോണി. നമുക്ക് മേൽക്ക് കുറച്ചുണ്ട് പോയൊക്കെ കേസ്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ഇതെന്താ പ്രേതപ്പരയിൽ ഇങ്ങനത്തെ ബെഡ്റൂം ഷൂട്ടിംഗ് സെറ്റാണ്. നമ്മള് സെറ്റ് ഇട്ടതല്ലേ. അതാ ലൈറ്റ് ഒക്കെ ഇതൊക്കെ കേസ്. കൊടതാ, ലൈറ്റ് ഇതാ, ബുക്കുകൾ ഇതാ. ബാത്റൂം നോക്കി കഴിച്ചു. എൻ്റെ വലിയ ബാത്റൂം. അവിടെ ബാത്റൂമിൽ TV എന്താ പോയി. യാടാ ഇത് പോയി. ഇത് പ്രേത വീട് തന്നെ. പുള്ളപ്പെടുക്ക ഇത് പൊളി വയ്യെന്നുള്ളത് എനിക്കറിയാം. ഇതേമാതിരത്തെ വീട് റിസോർട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മള് മാർക്കറ്റിംഗ് ബ്രെയിൻ എപ്പോഴും പറയും. ഇതേമാതിരത്തെ വീട് റിസോർട്ട് ആക്കി കഴിഞ്ഞാല് ഈ ട്രിക്കൊന്നും ആരോട് പറഞ്ഞു കൊടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് മാത്രം പറഞ്ഞിരുന്നു. കേട്ടിട്ടില്ലല്ലോ കഥ. ശരിക്കും എങ്ങനെയാ വെച്ചാല് പണ്ട് സുൽത്താന്റെ ഉപ്പാന്റെ ഉപ്പ ഒരു 200 വർഷം മുന്നത്തേക്ക് പോയി കഴിഞ്ഞാല് ഓരൊക്കെ ഈ നാട്ടിലെ വലിയ വലിയ ഇല്ലങ്ങളും അതേമാതിരി കോടിക്കണക്കിന് ആസ്തിയും സ്വത്തൊക്കെ ഉള്ള ഒരു നാട്ടിലെ വലിയ അധികാരിയൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ഒരു കുടിച്ച വാട്ടർ ബോട്ടിലാണ് ഈ വാട്ടർ ബോട്ടിൽ. എന്നിട്ട് അന്ന് അങ്ങനെയുള്ള ടൈമിൽ ഒരു ഇല്ല ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ഇല്ലത്തിലൊരു നെഗറ്റീവ് എനർജി വന്ന് കാളി ഭഗവതിന്റെ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു പ്രേതം ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. അത് ക്ലീന്നുള്ള സൗണ്ട് ഇടും. അങ്ങനെ താമസിക്കാൻ തുടങ്ങിയതിന്റെ ശേഷം ഈ ഭഗവതിന്റെ കൂടെ മൊല്ലാക്കാക്ക് നിൽക്കാൻ കഴിയണില്ല. കാരണം ഇന്റർകാസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മൂപ്പര് ഇരുന്നീനെ കസേരയാണ് ഇത്. ചന്തിന്റെ താന്ന സ്ഥലമാണ് അതൊക്കെ. അങ്ങനെ എന്നിട്ട് അതിന്റെ ശേഷം പിന്നെ ഭഗവതി അമ്മ ഇവിടുന്ന് പോകണം പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ മൊല്ലാക്ക പോകണം തന്നെ. അങ്ങനെ മൊല്ലാക്ക പോയി. ഭഗവതി അമ്മ ഇവിടെ തന്നെ ഉണ്ടേനി. അങ്ങനെ ലാസ്റ്റ് ഭഗവതി അമ്മന്റെ പ്രേതം എപ്പോഴും ഇവിടെ അലഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. പൊട്ടന്മാര് തണുപ്പാണ് വയസ്സ്. തണുപ്പ് തന്നെ നല്ല തണുപ്പ്. ആ ക്ലോക്ക് ഒക്കെ നോക്കി. ജനാലുകൾ എങ്ങനെ തുറക്കാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങോട്ട് പുറത്തേക്കാ. തുറന്നു വേണ്ട ചിലപ്പോ ഇതൊക്കെ കൈക്ക പോരും. നമ്മളെ ഫസ്റ്റ് ഷോട്ട് ഉണ്ട്. സെക്കൻഡ് ഷോട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും എന്റെ ഒരു എന്റർടൈൻമെന്റ് ചെയ്തു. ഇങ്ങനെ പോയിട്ട് ഓനവിടെ എടുക്കണു വാച്ച് കിട്ടണു. ആ ഒറ്റ സമയം ഒരു നാളും കരയരുതേ അഴകേ നീ പിരിയരുതേ. കൺമണി നിൻമിഴി നീർ കാണാതെ ഇനി എങ്ങനെ രാവിൽ തിരിതാറ്റും പറയുമോ പ്രിയതമേ എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ അഴകേ നീ എന്നെ. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സാലിഹാണ്. ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ടൺ ഇട്ടിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്നും ഇല്ല ഇവിടെ. എന്നിട്ട് ഇതൊന്നും ഇട്ടിട്ടില്ല. അത് ഓവറാക്കാണ് ഗൈസ്. ഞാൻ ക്യാമറ അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ്. സോ വി ആർ ബാക്ക് ടു ക്യാരക്ടർ അല്ലേ. സുൽത്താന് ഡയലോഗുള്ള ഷോട്ട് വന്ന് ഞാൻ ചലഞ്ച് വെക്കുന്നു. ഒറ്റ ഷോട്ടിലൊന്നും തീർക്കൂല. ഓക്കെ ചലഞ്ചാ? ഓക്കെ ഒറ്റ ഷോട്ടിലൊന്നും തീർക്കൂല്ലേ നമുക്ക് നോക്കാം. ഓന് ഡയലോഗ് പറഞ്ഞത് നമുക്ക് നോക്കാം. റീടേക്ക് ഷെബീൽ എന്ത് റീടേക്ക് നല്ല ഷോട്ട് കിട്ടും നോക്കാണല്ലേ. ഡയലോഗ് കറക്റ്റ് അല്ലേ? ഡയലോഗ് കറക്റ്റ് പക്ഷെ ചിരിച്ചുണ്ട്. വെറുതെ പറയണ ഇവന്റെ ടീമായത് ടീമാണ്. ഈ റൂമിൽ കറണ്ട് പോയപ്പോ രാത്രിയായ മാതിരി ഒരു വസ്തു കാണില്ല. സ്റ്റെബിലൈസിങ് ക്യാമറ ഉണ്ട്.
പിന്നെ എൻ്റെ കൂടെ റൊമാൻറ്റിക്സിനും പാർട്ട്ണറായിട്ട് സാരി ഉണ്ട് ഗൈസ്. എന്തോ ഒരുമാതിരി പൊട്ട സീനാണ് ഇങ്ങനെ എടുക്കാനുള്ളത് നമുക്ക്. അപ്പോൾ അത് ചെയ്യാൻ ടൈമായി ഗൈസ്. ഒരുമാതിരി സീനായി പോയി. ഗൈസ് ഇത് എന്തിന്റെ ഷൂട്ടാന്ന് ചോദിക്കരുത്. ഓ ചോടോ അതൊരു സോളാർ പാനലാ പൊട്ട. ഇവിടുന്ന് എടുക്കുക. എടാ നോയിക്കളെ നമ്മളിപ്പോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഗൈസ്. നമ്മള് എന്റർടൈൻമെന്റ് സോണിലേക്ക് നമ്മളെ സ്ക്രിപ്റ്റുമേലാണ് നമ്മളിപ്പോ വരുന്നത്. സോറി ഗൈസ്. ആൻഡ് ഫോർ ദിസ് ലൈക്ക് ഐ ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു അവർ ഓൺ ബിലൗഡ് ഷബീൽ. ഷബീലിന് വേണ്ടി ഒരു പാട്ട് ഇട്ടാണ്. सुन रहा है ना तू, रो रहा हूँ मैं, सुन रहा है ना तू, क्यों रो रहा हूँ मैं यारा ऐसे आए जैसे कोई दुआ तू रूह की राह चले। നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു സോങ് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, നമ്മളെ ഷോർട്ടിനനുസരിച്ച് തന്നെ ഉണ്ടാക്കാം. നമുക്ക് നമ്മളെ ഗിറ്റാറിസ്റ്റ് സുൽത്താൻ ഇവിടെ ഉണ്ട്, മ്യൂസിക് കമ്പോസർ മിസ്റ്റർ സാലി ഇവിടെ ഉണ്ട്, അപ്പം സിംഗർ ഞാനാണ്, ലിറിസിസ്റ്റ് അത് ഞാൻ തന്നെയാണ്. ഓക്കെ, റെഡി? 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 1 2 3 സ്റ്റാർട്ട്. മട്ടമില്ല മട്ടം നേരം എന്നെ കക്കൂസ് നിർത്തി, ഓ കക്കൂസ് എന്റെ കക്കൂസ് എന്നെ ഇരുത്തിയില്ലേ, അയ്യോ കക്കൂസ് എന്റെ കക്കൂസ് ചെടിട്ടിരുത്തിയില്ലേ. ഇപ്പോഴും റൈഡ് ഇട്ടാ ബെഡ് ഇവിടെ, ഓപ്പൺ ടോയ്ലറ്റ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് എത്ര ആൾക്കാർ പാടിയ പാട്ട് പാടുക, അത് നമ്മളെ ആൾക്കാർ ഗസ്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ. പെരി പെരി അൽഫാം ഉണ്ടല്ലോ, പെരി പെരി മന്തി ഉണ്ടല്ലോ, പെരി പെരി ഷാവായ ഉണ്ടല്ലോ, പെരി പെരി ഷാവർമ ഉണ്ടല്ലോ, പെരി പെരി അൽഫാം ഉണ്ടല്ലോ, പെരി പെരി ഷാവായ ഉണ്ടല്ലോ, പെരി പെരി മന്തി ഉണ്ടല്ലോ. ഭഗവതി നമോദവാജയ രാവിൽ താൻ മനോഹരി. കെട്ടിപ്പിടിച്ച് എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോ ശരിക്കും ഈ വീടിനൊരു മെന്റൽ കണക്ഷൻ വരും. എന്തൊക്കെ ഇതിന്റെ ഒരു ആർട്ട്, ആ ഒരു കലാപരമായ കെട്ടിപ്പിടിക്കോ. ഇയാളെന്തൊരു മാതിരി LKG കുട്ടികളെ പെൺകുട്ടികളോട് ആദ്യമായിട്ട് പറഞ്ഞു